എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമല്ലേ മക്കളെ? അമ്മക്കളിയുടെ ഇന്നത്തെ പുതിയ വിശേഷം എന്താന്ന് നമുക്ക് നോക്കാം. നമ്മൾ എത്ര പരിശ്രമിച്ചാലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം എങ്ങനെയിരുന്നു അതേപോലെ തന്നെയാകും. അത് ഓരോ സീസൺ അനുസരിച്ച് അങ്ങനെ തന്നെ ഇരിക്കും. തിരിച്ചു ഒരു 4 മാസം കഴിയുമ്പം നമ്മൾ എങ്ങനെ ചെയ്തിരുന്നു അതേപോലെ തന്നെ ആയി കാണും. ഇതെന്താന്ന് നോക്കാം വിശേഷം. കുറച്ച് പണിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്കിപ്പം എന്താ വിശേഷം നോക്കാം. ചെയ്തല്ലേ പറ്റുള്ളൂ. അമ്മക്കളിയുടെ അടുക്കളത്തോട്ടം കിടക്കുന്ന കണ്ടോ മക്കളെ? ഇതിലെ ചെടികൾ ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട്. എവിടെയോ വിത്ത് വീണതാന്ന് തോന്നുന്നു. ഇങ്ങനത്തെ കണ്ടോ, മഞ്ഞപ്പൂ കണ്ടോ, അത് കേൽച്ചീരിയാണ്. വെളുത്തുള്ളി നിൽക്കുന്ന കണ്ടോ? അത് ഞാൻ നട്ടിട്ട് പോയതാണേ. ഇനി 1 മാസം കൂടെ കഴിഞ്ഞ് നമുക്കത് പറിക്കാൻ പറ്റും. സാധാരണ ഇവിടെ നവംബറിലാണ് വെളുത്തുള്ളി നടാറ് പതിവ്. അപ്പം അത് മാത്രം വലിച്ചു പറിച്ച് കളയത്തില്ല, ബാക്കിയെല്ലാം വലിച്ചു പറിച്ച് കളയണം. ഇവിടെ കണ്ട കഴിഞ്ഞ വർഷത്തെ ബീൻസിന്റെ വേസ്റ്റ് എല്ലാം നിൽക്കുന്ന കണ്ടോ മക്കളെ? എങ്ങനെയുണ്ടെന്ന് നോക്കും മക്കളെ. അതെ, ഞാൻ വല കെട്ടിയിട്ടുണ്ടായിരുന്നു മേളില് പന്തല് മാരിയുള്ളതിന്. അതെല്ലാം കൂടെ ചുറ്റി പിണഞ്ഞു കിടക്കുക. എന്തായാലും ക്ലീൻ ചെയ്തല്ലേ പറ്റൂ. പുതിന ഇഷ്ടം പോലെ നിൽപ്പുണ്ടോ, പറിച്ച് പുതിന സമ്മന്തി അരക്കണ്ട. 2 ഇനം പുതിന ഉണ്ട് ഇവിടെ കേട്ടോ. ഇത് കണ്ടോ, ഈ ഇല കണ്ടോ എങ്ങനെ ഇരിക്കുന്ന നോക്ക്. നല്ല ഇച്ചൂടെ ഒരു ഷേപ്പും ഉണ്ട്. നല്ല വലിയ ഇലയാണ്. മറ്റേത് അങ്ങനെ നീണ്ടിരിക്കുന്ന ഇല. പൂ വന്നിരിക്കുന്നത്. ഇതിനും പറിച്ചെല്ലാം ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കണം. ഒത്തിരി പണികളുണ്ട്. ഇവിടെയും കുറച്ച് വെളുത്തുള്ളി ഞാൻ നട്ടിട്ടുണ്ട്. നമുക്ക് ഇത് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. പഴയ ചെടികൾ കൊണ്ട് പിന്നെ വേണ്ടാത്ത കളകൾ കയറി വന്നതുകൊണ്ട് അപ്പുറത്തുള്ളവരൊക്കെ കണ്ടോ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു തൈ നട്ടു. അങ്ങോട്ട് നോക്കി ചട്ടികളിൽ വെച്ചിരിക്കുന്ന കണ്ടോ, ഹാങ്ങിങ്ങിനിടുന്ന ഒരു ചെടിയാണ് കണ്ടോ. ഇതും നല്ല തളർത്ത് കയറി വന്നിട്ടുണ്ട്. റോസ്മേരി നിൽക്കുന്ന കണ്ടോ, അത് തന്നെ കിളിച്ച് കയറി വന്നോളൂ. ഈ പൂവും തന്നെ കിളിച്ച് കയറി വരുന്ന. ഈ വെളുത്തുള്ളി ഞാൻ നേരത്തെ നടുന്നതിനെ പറ്റിയും കിളിച്ച് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടതായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ വെള്ളം ഒഴിക്കാഞ്ഞിട്ട് സൈഡിൽ ഞാൻ വെച്ചതാണ്. കാര്യം ഒത്തിരി വെള്ളം വീണാലും ഇത് ഈ ബോക്സിനകത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടേ അളിഞ്ഞു പോകുമെന്ന് പേടിച്ച് ഞാൻ സൈഡിൽ വെച്ചപ്പോൾ വെള്ളം മഴ പെയ്തിട്ട് വീണിട്ടില്ല. അതുകൊണ്ട് ഇതിനിപ്പം ഇതെല്ലാം കിളിച്ച് വരുന്നുണ്ടോ, അല്ല കളർ കണ്ടില്ലയോ, ഫ്ലൂറോസിങ്ങിയല്ലോ എങ്ങനെ വേണമെങ്കിൽ പറയാല്ലേ. ഈ ചെടി കണ്ടോ, ഇതിനും പൂ വരുന്നതാണ്. കൈത്താഞ്ചി കണ്ട വെള്ളം ഇല്ലാതെ വാടിപ്പോയി. ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ കിടക്കുന്ന കണ്ടോ. ഇതിൽ ഏതോ 1 or 2 ഉള്ളൂ നമുക്ക് ആവശ്യമുള്ളത്. ബാക്കി മുഴുവനും വേണ്ടാത്ത ചെടികളാണ്. ഇപ്രാവശ്യം ഞാൻ റോസക്കമ്പെ കുറിച്ച് കളഞ്ഞില്ല. അതുകൊണ്ട് വന്നപ്പോഴത്തേക്ക് മുഴുവനും തളിർത്ത് കിളിച്ച് ഇഷ്ടം പോലെ മുട്ട് വന്നിട്ടുണ്ട്. റോസക്കമ്പൊക്കെ കട്ട് ചെയ്യുന്നത് ജനുവരി ഒടുവ് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് കട്ട് ചെയ്യണം. നല്ല പൂക്കൾ വരും. പക്ഷേ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തില്ല, എങ്കിലും ഇഷ്ടം പോലെ മുട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരേറ്റ് പൂത്ത് കഴിയുമ്പോൾ ഞാൻ കണ്ടിച്ച് കളയാൻ വിചാരിച്ചിരിക്കാം. നല്ല ഊട്ടി റോസ്. ഈ ചെടി ഞാൻ പറഞ്ഞില്ല, ഇത് എല്ലാ കളറും ഉണ്ട്. കളയമുണ്ട്. നല്ല അടിപൊളി പൂവെല്ലാം വന്നിട്ടുണ്ട്. അടുത്ത് തന്നെ ഇതാ റെഡിയായി നിൽക്കുന്നു. ഇങ്ങനെ കുറേ ചെടികളുണ്ട്. ആവശ്യമുള്ളതുണ്ട്, ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ട്. എല്ലാം ഇനി അങ്ങോട്ട് ഇറങ്ങി ക്ലീൻ ചെയ്ത് നമ്മുടെ ചട്ടികളെല്ലാം വാടി കരിഞ്ഞ് കിടക്കുന്നുണ്ട്. നമുക്കിവിടെ വാഴ 2 ഇല വന്നിട്ടുണ്ട്. എന്താ ഹാങ്ങിങ് ചെയ്തത് കണ്ട, പടർന്ന് പോയിരിക്കുക നമ്മുടെ ടയറിനകത്ത്. അതും ക്ലീൻ ചെയ്യണം. ഈ ടയറിനകത്ത് ഇതിനകത്തെല്ലാം ചെടികൾ നല്ലതുകൊണ്ട് അഴുപ്പമുണ്ട്. തക്കാളി എല്ലാം വെച്ചിരിക്കുന്ന ചട്ടി കണ്ടോ. നമ്മുടെ ചെടി ഇത്രയും സ്പീഡിൽ കയറി വരത്തി. ബ്രൊക്കോളിയാണ് അത് കിടക്കുന്നത്. അതിൽ ഇഷ്ടം പോലെ വിത്തുണ്ട്. നമുക്ക് ഇപ്രാവശ്യം വിത്ത് വേണ്ട, കാരണം ഒത്തിരി വിത്ത് ഇരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം മക്കളെ.